ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പ്രമേഹം എന്ന് വളരെ എല്ലാവരും കോമൺ ആയിട്ട് കേട്ടുവരുന്ന രോഗാവസ്ഥയാണ് അല്ലേ. പ്രമേഹം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് പ്രമേഹം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാമെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും നമുക്ക് പ്രാക്ടിക്കലി നമുക്കത് ചെയ്തു കൊണ്ടുവരാൻ കഴിയാറില്ല. പലപ്പോഴും എൻ്റെ പേഷ്യൻസ്, പ്രത്യേകിച്ച് നമ്മൾ ഒ പിയിലൊക്കെ ഡെയിലി കണ്ടുവരുന്നുണ്ട്. ഒരു 40-45 പേഷ്യൻസ് വരുന്നതിൽ ഒട്ടുമിക്ക ആൾക്കാർ, ഒരു 80% ആളുകൾക്ക് നമ്മൾ പ്രമേഹം കണ്ടുവരുന്നുണ്ട്. പലപ്പോഴും അവർ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോഴായിരിക്കും ഈ ഒരു FBS ഷുഗർ ടെസ്റ്റൊക്കെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ അവരിലൊക്കെ നമ്മൾ കണ്ടുവരുന്നൊരു ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അവർ കാലാകാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടാവും. അതായത് മെഡിസിൻസ് 2 നേരം 1 നേരമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിച്ചു വരുന്നതാണ്. പക്ഷെ ഒരിക്കലും അവർക്കൊരു നോർമൽ ലെവലിലേക്ക് അതിൻ്റെ ഷുഗറിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. മറ്റ് ഒരു കാറ്റഗറി നമ്മൾ കാണുന്നത്, അവർ അതേ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവും, ഷുഗർ ഉണ്ട് എന്നൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് നെവർ മൈൻഡാണ്. ഇപ്പോൾ മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 10 വർഷം കഴിഞ്ഞിട്ടൊക്കെ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി എന്നുള്ളൊരു മൈൻഡോട് കൂടെ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കാണ് ഈ ഭക്ഷണത്തിൽ യാതൊരു കൺട്രോളിങ്ങും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് യുവാക്കളിലാണ്. അവർക്ക് കണ്ണ് കണ്ടതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഷുഗർ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അത് കൺട്രോൾ ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആൾക്കാർ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ 2 കാറ്റഗറിയിലും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു രോഗം എന്ന് പറയുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസാണ് നമ്മൾ കൂടുതലായിട്ട് കാണേണ്ടത്. പ്രത്യേകിച്ച് ഷുഗർ രോഗികളിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് കണ്ടുവരുന്നുണ്ട്. കാലിൻ്റെ വിരൽ മുറിച്ച് മാറ്റുക, ചിലപ്പോൾ ഡയാലിസിസിലേക്ക് പോവുക, ഇത്തരത്തിലുള്ള ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസാണ് ഇതിലേക്ക് ഈ ഒരു രോഗം നയിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇത്തരം രോഗികൾ വരുമ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഇത്തരം ആളുകൾക്ക് ചെറിയ ചെറിയ ടിപ്സ് ഒന്ന് പറഞ്ഞു കൊടുത്താൽ ഇതൊക്കെ ഒന്ന് കൺട്രോളിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആ ചെറിയ ചെറിയ ടിപ്സിന് പലപ്പോഴും ടൈം കിട്ടാറില്ല. OP തിരക്കിനിടയിൽ ചിലപ്പം ടൈം കിട്ടാറില്ല പറഞ്ഞു കൊടുക്കാനൊക്കെ. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇന്നൊരു പോഡ്കാസ്റ്റിലൂടെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടെ ശ്രമിക്കുന്നത്. കുറേ ഇൻഫർമേഷൻസ് ഇതിലൂടെ കിട്ടുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം നിങ്ങൾക്കൊരു കുടുംബത്തിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ബാധിച്ച ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ നിൽക്കുന്നൊരു യുവാവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഈ ടോക്കിലൂടെ കിട്ടാനുണ്ടാവും. അപ്പോൾ ഇത്തരം ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്, ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഞാൻ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്. ഞാൻ ഡോക്ടർ ശ്രേയ S. മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമുക്കറിയാം, ഡോക്ടർ ഡയബറ്റിക് എന്ന് വരുന്ന സമയത്ത് കുറേ ലക്ഷണങ്ങളൊക്കെ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ബോഡി കാണിക്കാറുണ്ട് പൊതുവേ. എസ്പെഷ്യലി വിശപ്പ് കൂടുക, ഭക്ഷണം കഴിച്ചൊരു 2 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കുന്ന ഒരു കണ്ടീഷൻ. അതുപോലെ ചിലർക്ക് യൂറിൻ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത്, നന്നായിട്ടുണ്ടാകുന്ന ദാഹം, വെള്ളം കൂടി ഉണ്ടാവുന്നത്, മീൻസ് ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കുന്നത് തന്നെ. പിന്നെ യങ്ങായിട്ടുള്ള പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ PCOD കണ്ടീഷൻസ്, ഇറഗുലറായിട്ടുള്ള മെൻസസ് കാര്യങ്ങൾ വരുന്നതിനെ തുടർന്നുണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഒബേസിറ്റി, തടി കൂടുന്നത്, എക്കാൻഡോസിസ് നൈഗ്രിക്കൻസ്, കഴുത്തിൻ്റെയൊക്കെ ബാക്ക് സൈഡിലായിട്ട് കറുത്ത കളറിൽ ഒരു വെൽവെറ്റ് പോലെയുള്ള സ്കിൻ ഉണ്ടാവുന്നത്. അതിന് പലപ്പോഴും പലരും പല ക്രീമുകളും ഉപയോഗിച്ചിട്ടും അത് ക്ലിയർ ആവാതെ വരെ പിന്നീടാണ് അവർക്ക് യങ് ഏജിലുള്ള പ്രീ ഡയബറ്റിക് കണ്ടീഷൻ കൊണ്ടൊക്കെയാണ് ഇത് വന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവാറുള്ളത്. എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം എന്താ ഡയബറ്റിക് എന്നുള്ളത് കാര്യങ്ങളൊക്കെ തന്നെ. നമുക്കതിനൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അതെങ്ങനെയായിരിക്കും ഡോക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? ഓക്കെ. സാധാരണ പ്രമേഹം എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കാറുള്ളത് പല ഇൻസുലിൻ്റെ കുറവ് കൊണ്ടാണെന്നാണ് വിചാരിക്കുക. കാരണം നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതാണ് പലരിലും നമ്മൾ കാണാറുള്ളത്. പ്രത്യേകിച്ച് വയസ്സായ എല്ലാ ആളുകളിലൊക്കെ 2-3 നേരമൊക്കെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കും. അപ്പോൾ ഇൻസുലിൻ്റെ കുറവ് കൊണ്ടാണ് ഈ ഒരു രോഗം വരുന്നത് എന്നുള്ളതാണ് പലരുടെയും ഒരു ധാരണയായിട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും അങ്ങനെയല്ല. നമ്മൾ ഇൻസുലിൻ്റെ കുറവ് കൊണ്ടല്ല വരുന്നത്. ഇൻസുലിൻ അത്യാവശ്യത്തിലേറെ നമ്മളെ ബോഡിയിലുണ്ട്. പക്ഷേ ആ ഇൻസുലിൻ അതിന് പ്രോപ്പർലി നമുക്കത് വർക്ക് ചെയ്യുന്നില്ല. ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഇൻസുലിൻ വർക്ക് ചെയ്യാത്തത് കാരണമാണ് നമുക്ക് ഈ ഒരു ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നതും പ്രമേഹ രോഗമൊക്കെ ആയിട്ട് വരുന്നത്. പലപ്പോഴും അതുതന്നെയാണ് സംഭവിക്കാറുള്ളത്. ഇതിനെ നമ്മൾ മെഡിക്കലി ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊക്കെ ഒരു പേരിൽ പറയാറുണ്ട്. ആക്ച്വലി ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. പിന്നെ അധികം നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഈ ഒരു ടൈപ്പ് 2-ലാണ്. 2 ടൈപ്പ് ഉണ്ടല്ലോ. നമ്മൾ കോമൺലി വയസ്സായിട്ടുള്ള ആളുകൾക്ക് ടൈപ്പ് 1-ൽ പെടുത്താറുണ്ട്. കുറച്ച് യുവാക്കളിൽ വരുന്നതിന് നമ്മൾ ടൈപ്പ് 2 ആയിട്ട് പെടുത്താറുണ്ട്.
പക്ഷേ പലപ്പോഴും എൻ്റെ ഒ പിയിലൊക്കെ വരുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ചെക്കപ്പ് നടത്തുമ്പോഴേക്കായിരിക്കും അവർക്ക് ബ്ലഡ് ഷുഗർ ലെവൽ 400 350 കാണാറുള്ളത്. അപ്പോൾ അതുവരെ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഹൈ ലെവലിൽ കാണുമ്പോൾ പെട്ടെന്ന് ഓടി വരും, എന്താ അതിനെ ഡോക്ടറെ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് കോമൺലി ടൈപ്പ് 2-ലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ടൈപ്പ് 1-ൽ അങ്ങനെയല്ല. ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളിൽ അവർക്ക് നല്ലപോലെ ക്ഷീണം തുടങ്ങും, അതുപോലെ തന്നെ വെയിറ്റ് കുറയാൻ തുടങ്ങും. ഡോക്ടർ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും, പ്രത്യേകിച്ച് മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുക, ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് തോന്നുക, ദാഹം കൂടുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ കൂടുതൽ ഞാൻ ടൈപ്പ് 1-ലാണ്, ഡോക്ടർ അതുപോലെയല്ല കണ്ടിട്ടുണ്ടാവുക, ടൈപ്പ് 1-ലാണ് അധികം കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് രണ്ടിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ടൈപ്പ് 1 ആൾക്കാർ ഞാൻ പൊതുവേ മെലിഞ്ഞിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുള്ളത് അല്ലേ. ടൈപ്പ് 2 ആകുമ്പോൾ അധികം കുറച്ച് ഒബീസായിട്ട് വരും, തടി കൂടി വരും. പിന്നെ ഷുഗർ കൺട്രോൾ ആവാത്ത സ്റ്റേജിലാണ് അവരൊന്ന് മെലിയുള്ളൂ, ആദ്യം നമുക്ക് തടിച്ചാൽ വരിക. അപ്പോൾ ആ ഒരു 2 കാറ്റഗറി ഓഫ് പീപ്പിളെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഈ ഒരു ലക്ഷണങ്ങളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡോക്ടറെ, ഞാനൊരു 8+ ഇയേഴ്സായി നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതിൽ ഒരുപാട് രോഗികളെ, ഈ പ്രമേഹ രോഗികൾ കണ്ടുവരുന്നുണ്ട്. ഡോക്ടറെ, ഏകദേശം ഡെയിലി എത്ര പേഷ്യൻസിനെ കണ്ടുവരുന്നുണ്ടാവും നമ്മൾ ഈ ഒ പിയിൽ? നമുക്ക് ഏകദേശം ഒരു 40-50 പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒരു പകുതിയിൽ പേഷ്യൻസ് മിക്കവാറും ഡയബറ്റിക് പേഷ്യൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ചില അസുഖങ്ങളുടെ അസോസിയേറ്റ് ചെയ്തിട്ട് പ്രമേഹ രോഗവും കൂടെ വരാറുണ്ട്. അവരിൽ ഇപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞ സമയത്താണ് പല പേഷ്യൻസും ചെയ്യുന്നുണ്ടായിരിക്കുക ഫാസ്റ്റിങ്, ഭക്ഷണത്തിന് മുന്നേ ഉള്ളതും ഭക്ഷണത്തിന് ശേഷമുള്ള ടെസ്റ്റുകളും കൊണ്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. പക്ഷേ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗമുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു ടെസ്റ്റാണ് HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്. പലരും അത് A1C എന്നൊക്കെ പറയാറുണ്ട്. ബട്ട് A1C എന്ന് കേൾക്കുമ്പോൾ നമ്മൾ AC എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ HbA1c എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകം ഷുഗറിന് വേണ്ടി ചെയ്യുന്നൊരു ഇൻഡിവിജ്വൽ ടെസ്റ്റാണ്. ഹീമോഗ്ലോബിനിൽ എത്രത്തോളം ഷുഗർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, പഞ്ചസാര അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണത്. അതിൽ നിന്നാണ് ശരിക്കും നമ്മൾ നോർമൽ സ്റ്റേജിലാണോ, പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണോ, ഡയബറ്റിക് കണ്ടീഷനിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. പലരും എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നെക്സ്റ്റ് ഡേ ഒ പിയിൽ നമുക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ അവരതിൻ്റെ തലേ ദിവസം നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഒക്കെ ക്ലിയർ ആക്കി വെക്കും. പിന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യുമ്പോൾ നോർമൽ കണ്ടീഷൻ ആയിരിക്കും. ശരിക്കും നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യേണ്ടത് ശരിക്കും 8 മണിക്കൂറത്തെ ഒരു ഫാസ്റ്റിംഗ് ആണ് കറക്റ്റ് എടുക്കേണ്ടത്. അതല്ലാതെ അതിൽ കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ഷുഗർ ലെവലിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ചെയ്യേണ്ട ബ്ലഡ് ടെസ്റ്റും. 2 മണിക്കൂറിൻ്റെ ഒരു ഗ്യാപ്പ് മാത്രം മതി, അതിൽ കൂടുകയോ കുറയുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് രാത്രി ലേറ്റ് ആയിട്ട് കിടന്നു രാവിലെ പോയി ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു 8 മണിക്കൂർ ഫാസ്റ്റിംഗ് ഒരിക്കലും കിട്ടുന്നില്ല. അതൊരു മിസ്റ്റേക്കാണ് ചെയ്തു വരുന്നത്. അതെ, അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഭക്ഷണം കഴിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ഒരു 8 മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് പോയിട്ട് ബ്ലഡ് ലാബിൽ കൊടുത്ത് കറക്റ്റ് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഈ HbA1cൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതൊരു 5.4, അതായത് 5.4 മുതൽ 6.4 വരെയാണ് നിങ്ങൾക്ക് ലാബിൽ കിട്ടുന്ന റിപ്പോർട്ടിൽ വാല്യൂ എന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. 6.5 to 7 വരെയാണെന്നുണ്ടെങ്കിൽ അത് പ്രീ ഡയബറ്റിക് കണ്ടീഷനാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് അതിൽ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ വേണം, അതുപോലെ തന്നെ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ വേണം. 7 കൂടിക്കഴിഞ്ഞാൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. ഒരിക്കലും നിങ്ങളത് ഭക്ഷണത്തിൽ റെഗുലേറ്റ് ചെയ്താൽ മാത്രം മതിയെന്ന് വിചാരിക്കുകയോ ചെയ്യരുത്. പലർക്കും മടിയാണ് അല്ലേ ഡോക്ടർ? ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാ പേഷ്യൻസും ഉള്ളൊരു പേടിയാണ്, ഇത് കിഡ്നീനെ മരുന്ന് കഴിച്ചാലാണ് കിഡ്നീനെ ബാധിക്കുക, അപ്പോൾ അതുകൊണ്ട് കഴിക്കാതിരിക്കുക, സ്വന്തമായിട്ടുള്ള കൺട്രോള്. ഡോക്ടർക്ക് തോന്നിയിട്ടില്ല? അതെ അതെ അതെ, ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ പ്രമേഹ രോഗം കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് അത് കിഡ്നിയിലേക്കൊക്കെ ബാധിക്കാറുള്ളത്. പ്രത്യേകിച്ച് കിഡ്നിയുടെ ഫങ്ഷൻസ് കുറഞ്ഞിട്ട് നമ്മുടെ മൂത്രത്തിലൂടെയൊക്കെ ആൽബുമിൻ, പ്രോട്ടീനൊക്കെ ലീക്കാവും. അത് ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് മൈൽഡായിട്ട് പ്രോട്ടീൻ ലീക്കേജ് കാണാറുള്ളൂ. പക്ഷേ കുറച്ച് അഡ്വാൻസ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഷുഗർ തീരെ കൺട്രോൾ ചെയ്യാത്ത ആളാണെങ്കിൽ എന്ത് പറ്റും, ഒരു സിവിയറായിട്ട് പ്രോട്ടീൻ ലീക്കേജ് വന്നിട്ട് പിന്നീട് കിഡ്നി ഡാമേജ്, ഡയാലിസിസിലേക്കൊക്കെ പോയി വരുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ഡയാലിസിസ് സെൻറ്ററുകൾ വളരെ കൂടി വരികയാണ്. പണ്ടത്തേക്കാളും എത്രയോ ഇരട്ടി ഡയാലിസിസ് സെൻറ്ററുകൾ ഇന്ന് കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതുതന്നെയാണ്, ഷുഗർ കൺട്രോൾ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് കിഡ്നിക്ക് ഡാമേജ് വരുന്നത്. അതുപോലെ തന്നെ ഷുഗറുള്ള പേഷ്യൻസിനെ നോക്കിക്കഴിഞ്ഞാൽ കാലക്രമേണ അവർക്ക് കൊളസ്ട്രോൾ സ്റ്റാർട്ട് ചെയ്യും, പ്രഷർ സ്റ്റാർട്ട് ചെയ്യും, സ്ട്രോക്ക്, ഹാർട്ടിനുള്ള കംപ്ലയിൻസ്, ഇതൊക്കെ അവർക്ക് പതിയെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ അവരെ കാലും അവർ നല്ലോണം ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു അവയവമാണ്.
ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളെ എങ്ങനെയാണോ മുഖം അവർ ടേക്ക് കെയർ ചെയ്യുന്നത്, അതുപോലെ ഈ ഡയബറ്റിക് ഉള്ള പേഷ്യൻസ് അത് അവരെ കാല് ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത്. കാരണം പിന്നീടാണ് അവർക്കൊരു മുറി ഉണ്ടാകുന്ന സമയത്തോ ഒക്കെ പിന്നെ ഷുഗർ ലെവൽ ഷൂട്ട് ചെയ്യുന്നതിനെ തുടർന്ന് കാല് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയും വൂണ്ട് ഹീൽ ചെയ്യാതെ കിടക്കുന്ന അവസ്ഥയൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാറുള്ളതാണ്. കാരണം അതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലുകളിലൊക്കെ ഈ പ്രമേഹ രോഗം അവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ രക്തക്കുഴലുകൾക്ക് നീർക്കെട്ട് വരുത്തും. ആ നീർക്കെട്ട് വരുന്ന ആ സമയത്ത് അവിടെ കൂടുതലായിട്ട് കുറച്ച് വേസ്റ്റുകളൊക്കെ അവിടെ അടിഞ്ഞുകൂടി രക്തയോട്ടം കുറക്കും. രക്തക്കട്ടകൾ ഫോം ചെയ്ത് രക്തയോട്ടം കുറച്ചിട്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അതുകൊണ്ടാണ് രക്തയോട്ടം കാലിലേക്കൊക്കെ കുറഞ്ഞാൽ നമ്മൾ വിരൽ മുറിച്ച് മാറ്റുക, കാല് മുറിച്ച് മാറ്റേണ്ടി വരും എന്നൊക്കെ ഒരു അവസ്ഥ വരാറുള്ളത്. അതൊക്കെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രോഗാവസ്ഥയൊക്കെ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് വളരെയധികം മാറ്റാൻ പറ്റും. പക്ഷേ വൈകിട്ടാണ് ഇത് കണ്ടെത്തുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും ഇത് പോവാറുണ്ട്. കണ്ടെത്തുക എന്നുള്ളത് മാത്രമല്ല, അതിനനുസരിച്ചിട്ട് മരുന്നുകളും അതിനനുസരിച്ച് അവർ സ്റ്റാർട്ട് ചെയ്യേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. കണ്ടെത്തി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കൺട്രോൾ ചെയ്താൽ മതി എന്നുള്ള തെറ്റിദ്ധാരണ നമ്മൾ മാറ്റി വയ്ക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള. പലർക്കും പേടിയാണ് മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ അത് കാലാകാലം എടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയാണ് പലപ്പോഴും ആളുകൾ ഈ മരുന്നുകൾ എടുക്കാൻ മടിക്കാറുള്ളത്. പക്ഷെ അതിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് എഫക്റ്റീവായിട്ട് ഈ കുറച്ച് കാലയളവ് കൊണ്ട് തന്നെ ഈ ഒരു പ്രമേഹ രോഗത്തെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് പല ആളുകളും ചോദിക്കുന്ന ഒരു ഡൗട്ട്സാണ്, പ്രത്യേകിച്ച് സാധാരണക്കാരിലെ ആളുകൾ എപ്പോഴാണ് ഈ ഒരു ഷുഗറിൻ്റെ ടെസ്റ്റ് എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. നോർമലായിട്ടുള്ള ഒരാളാണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ എപ്പോഴാണ് നമുക്ക് ഒരു ഷുഗർ ഉണ്ടോ ഇല്ലയെന്നൊക്കെ അറിയാൻ പറ്റുക, ഏതൊരു ഏജ് കഴിഞ്ഞാലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ യൂഷ്വലി ഒരു 35 വയസ്സ് കഴിഞ്ഞുള്ള ആളുകളാണ് ഇത് ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 3 ടെസ്റ്റും സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുക. പലരും ഏതെങ്കിലും ഒന്ന് FBS അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് HbA1c അങ്ങനെയല്ലേ ഡോക്ടറെ കാണാറുള്ളത്, ഏതിലൊക്കെ ടെസ്റ്റ് ചെയ്ത് വരാറുണ്ട്. നമ്മളെ ഗ്ലൂക്കോസ് ഇൻടോളറൻസ് ടെസ്റ്റ് ഉണ്ടല്ലോ, അതും പലർക്കും അറിയില്ല തോന്നുന്നു അല്ലേ? അതെ, ഫാസ്റ്റിങ്ങിൽ നമ്മൾ ഷുഗർ ടെസ്റ്റ് നോക്കുമ്പോൾ ഫാസ്റ്റിങ്ങിൽ ഒരു പ്രീ ഡയബറ്റിക് 100-ൻ്റെയും 126-ൻ്റെ ഇടയിലാണ് ഷുഗർ ലെവൽ ഉള്ളതെങ്കിൽ ഒരു ഗ്ലൂക്കോസ് ടോളറൻറ്റ് ടെസ്റ്റും കൂടെ ചെയ്യിപ്പിക്കാറുണ്ട്. അതിൽ നമ്മൾ ഒരു ഗ്ലൂക്കോസ് സൊല്യൂഷൻ കുടിക്കാൻ കൊടുക്കും. അത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൽ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോൾ ഒരു 140-ന് താഴെയാണ് ബ്ലഡ് ഷുഗർ ലെവലെങ്കിൽ അത് നോർമലാണ്. പക്ഷേ 140-ൻ്റെ മുകളിൽ 199 വരെയൊക്കെ എത്തുകയാണെങ്കിൽ അവർ ഒരു പ്രീ ഡയബറ്റീസ് ഒരു സ്റ്റേജിലാണുള്ളത്. 200-ൻ്റെ മുകളിലാണെങ്കിൽ എന്തായാലും അവർക്ക് ഷുഗർ ഉണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് HbA1cയിലും അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ കാറ്റഗറി വെച്ചിട്ട് നമുക്ക് അവരെ ഷുഗർ ഉണ്ടോ ഇല്ലയെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇത് 3ഉം സെപ്പറേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിലൊന്ന് ചെയ്തിട്ട് കാര്യമില്ല, കാരണം 3 കാറ്റഗറി നമ്മൾ 3 ഇത് വാല്യൂ വെച്ചിട്ടാണ് നോക്കുന്നത്. അത് 3ഉം സെപ്പറേറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ HbA1c ചെയ്യുന്നത് എത്രത്തോളം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് പല പേഷ്യൻസ് ചോദിക്കാറുണ്ട്. ശരിക്കും വേണ്ടത് ഒരു 3 മാസത്തിന് കൂടുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. അതായത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അവർ 6 മാസം കൂടുമ്പോൾ എന്തായാലും അത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് കറക്റ്റ് ചെയ്ത് നോക്കുക. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാണ് പ്രമേഹ രോഗികൾ ചെയ്യേണ്ടത്. ഷുഗർ നോർമലാണെങ്കിൽ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ നോർമലാണെങ്കിൽ ഒരു 3 ഇയേഴ്സ് കൂടുമ്പോഴൊക്കെ ചെക്ക് ചെയ്താലും മതി. പക്ഷേ ഷുഗർ നോർമലായിട്ട് കാണിക്കുന്നില്ല, ഒരു പ്രീ ഡയബറ്റിസ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ അവർ ഒരു 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 ഇയർ കൂടുമ്പോൾ എന്തായാലും ചെക്ക് ചെയ്യണം. പിന്നെ ചെക്ക് ഇപ്പോൾ പലർക്കും ഈ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ചെക്ക് ചെയ്യുന്നത് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെ, ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും പോയിട്ട് ചെക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ പറയാം. കാരണം ഒരു ഷുഗർ ലെവൽ ഏകദേശം ഒരു നോർമൽ ബോർഡറിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ ലാബിൽ പോയി ഒരു ടെസ്റ്റ് ചെയ്താൽ മതി. അല്ല ഡെയിലി നമ്മൾ കുത്തിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് കുത്തുമ്പോൾ കൈയൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കണം. നല്ലപോലെ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പല സ്ത്രീകളൊന്നും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് പറയാറുള്ളത് ഒരു 3 മാസം കൂടുമ്പോൾ ലാബിൽ പോയി ഒറ്റ ടെസ്റ്റ് ചെയ്താൽ മതി. പിന്നെ ഷുഗർ ലെവൽ എപ്പോഴും ഒരു വേരിയേഷനുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഡെയിലി ഒക്കെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്തവരൊന്നും നമുക്ക് ഡെയിലി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ സ്ത്രീകൾ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഷുഗർ ലെവൽ അല്ലേ, പലപ്പോഴും പല ആളുകൾക്കും ഷുഗർ നമുക്ക് പ്രഗ്നൻസിയിൽ കിട്ടാറുണ്ട്. അവർ പിന്നെ ഡെലിവറി കഴിഞ്ഞ് അഡ്മിറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ നോർമലാണെങ്കിൽ പിന്നെ അവർ അതിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ പല ആളുകളിലും പിന്നീട് അവർക്ക് ഫ്യൂച്ചറിൽ അവർക്ക് ഷുഗർ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഏകദേശം ഒരു 3 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോഴൊക്കെ ഈ ഷുഗർ ലെവലൊന്ന് റീചെക്ക് ചെയ്യുക. എന്നിട്ട് ഷുഗർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്, ഇങ്ങനെ പ്രഗ്നൻസിയിൽ ഷുഗർ വന്നിട്ടുള്ള ആളുകളിൽ.
പിന്നെ ഇപ്പോൾ ഇത് പ്രമേഹത്തിനെ പറ്റി നമ്മൾ പറയുമ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് എക്സസൈസുകളെ പറ്റിയിട്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് വേണ്ടത്, വെറുതെ നടന്നാൽ മാത്രം മതിയോ, ഓടാൻ തുടങ്ങണോ, എത്ര മിനിറ്റ് എക്സസൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ. ഇന്ന് ഒരുപാട് പേർക്ക് സിറ്റിംഗ് ജോബുകളാണ്, ഇരുന്നുകൊണ്ടുള്ള ജോലികളാണ്. പലർക്കും എക്സസൈസുകൾ ചെയ്യാൻ സമയം കിട്ടാറില്ല. അവർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു എക്സസൈസാണ് ട്രങ്കൽ എക്സസൈസ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുക, ഓടുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുറച്ച് ബോഡി പാർട്ടിലുള്ള മസിൽസ് മാത്രമേ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുള്ളൂ. അവിടെയുള്ള ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മാത്രമേ ഉള്ളൂ കത്തി നശിച്ച് പോകുന്നുള്ളൂ. ട്രങ്കൽ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ബോഡി പാർട്ടും ഇൻക്ലൂഡിങ് കഴുത്തിലുള്ള മസിൽസ്, ഈവൻ കൈകളിലുള്ള മസിൽസിന് ഒക്കെ നമുക്ക് എക്സസൈസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഇരുന്നുകൊണ്ടുള്ള ജോലിയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ റൊട്ടേഷൻ ചെയ്യുക. കൈ ആണെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ എക്സസൈസുകൾ കൊടുക്കുക. കാലിന് ഇപ്പോൾ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കാലിങ്ങനെ പൊക്കുക താഴ്ത്തുക, പൊക്കുക താഴ്ത്തുക. ഈ എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് വഴി നമ്മളെ ബോഡിയിൽ നിന്ന് ഷുഗർ ബേണായി പോകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാഫ് മസിൽസ് ഉണ്ടല്ലോ, നമ്മുടെ കാലിൻ്റെ ബാക്ക് സൈഡിലുള്ള മസിൽസ് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിക് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ കാലിൻ്റെ മസിൽസ് എത്രത്തോളം സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഡയബറ്റിക്കും കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുന്ന ഒന്നാണ്. കാരണം മസിൽസ് എല്ലാം ആണ് ശരിക്കും ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അത് എത്രത്തോളം കത്തുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പരമാവധി നമ്മൾ ഇരുന്ന് കൊണ്ട് തന്നെ മസിൽസ് അനക്കുന്ന രീതിയിലുള്ള മൂവ്മെന്റ് കൊടുക്കുക. ഷുഗർ ലെവൽ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും അല്ലേ? ഓക്കെ. അതേപോലെ തന്നെ ഡയറ്റ് നമ്മളെപ്പോഴും ഒരു കോൺട്രവേഴ്സി ഉള്ള ടോപ്പിക്കാണ്. പ്രമേഹ രോഗികളിൽ ഏതൊക്കെ ഡയറ്റ് ചൂസ് ചെയ്യണം എന്നുള്ളത്. പലപ്പോഴും പല ആളുകളും പറയാറുള്ളത് ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ മൊത്തമായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ അരിഭക്ഷണം തീരെ കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഡോക്ടർ ഇപ്പോൾ ശ്രദ്ധിക്കാറില്ല. ഞാൻ അരി നിർത്തി, ചോറ് നിർത്തി, പഞ്ചസാര നിർത്തി, പക്ഷെ എൻ്റെ ഷുഗർ കുറയുന്നില്ല, അതേപോലെ തന്നെ ഉണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എല്ലാ. അതിൽ ചില കാര്യങ്ങൾ, ചില ടിപ്സ് ഉണ്ട് അതിൽ അല്ലേ? ഷുഗർ ലെവൽ കട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വേറെയുള്ള ഭക്ഷണങ്ങളൊക്കെ ആഡ് ചെയ്യുമ്പോൾ ചില ടിപ്സുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്ന് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, വെയിറ്റും കുറയും. അതെ, നമുക്കിപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ 4 ആയിട്ട് അങ്ങോട്ട് ഭാഗിക്കാം. അതിലൊരു പോർഷൻ നമുക്ക് കാർബോഹൈഡ്രേറ്റ്, അതായത് ചോറ് വയ്ക്കാം, ഒരു പോർഷൻ പ്രോട്ടീൻ വയ്ക്കാം, ഒരു പോർഷൻ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, അടുത്ത പോർഷൻ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക, പഴങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും ഒരു ഷുഗർ പേഷ്യൻ്റ് അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളുടെ ഫുഡ് പ്ലേറ്റ് ആവേണ്ടത്. പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല, ചോറാണ് കൂടുതലുള്ളത്. അത് ഡയബറ്റിക് ഉള്ള ഒരാൾ എന്നല്ല, നോർമലായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയാണ് അവരുടെ ഫുഡ് പ്ലേറ്റ് വേണ്ടത്. പക്ഷെ നമുക്ക് ചോറ് കൂടുതൽ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുറച്ചാണ് വരുന്നത്. അതും ഇത് കഴിക്കുന്നതിന് ഒരു ചെറിയൊരു പാറ്റേൺ ഉണ്ട് അല്ലേ ഡോക്ടർ? അതെ. ആദ്യം നമ്മൾ സാധാരണ നമ്മൾ കഴിക്കുക, ചോറ് അധികം കഴിക്കും, പിന്നെ ബാക്കി വയറിലേക്ക് കുറച്ച് പ്രോട്ടീന്, കുറച്ച് ഹെൽത്തി ഫാറ്റ്, അങ്ങനെയാണ് സാധാരണ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ച് ആദ്യം കൂടുതലായിട്ട് വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക, പിന്നെ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ, കടല, പരിപ്പ് വർഗ്ഗങ്ങൾ അങ്ങനെ കഴിക്കുക, പിന്നെ ഹെൽത്തി ഫാറ്റ് അടങ്ങിയിട്ടുള്ള മുട്ട അല്ലെങ്കിൽ നട്ട്സുകൾ അങ്ങനെ കഴിച്ച് ലാസ്റ്റാണ് കാർബോഹൈഡ്രേറ്റിലേക്ക് നമ്മൾ പോകേണ്ടത്. ആ ഒരു ഓർഡറിൽ പോവുകയാണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ എല്ലാവർക്കും ഡൗട്ട് വരാറുണ്ട്. നമ്മൾ പൊതുവേ സൗത്ത് ഇന്ത്യൻസിന്, കേരളൈറ്റ്സിന് ഇഡ്ഡലി, ദോശ, ഇതൊക്കെയാണ് മെയിനായിട്ട് മെനു വരുന്നത്. അതിൽ തന്നെ കൂടുതലും കാർബ്സാണ് ഫുള്ള് വരുന്നത്. ഇതെങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം എന്നുള്ളത് പേഷ്യൻസിനുള്ളൊരു ഡൗട്ടാണ്. കാർബ്സ് കഴിക്കുമ്പോൾ ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഈ ചട്നി ഒക്കെ പകരമായിട്ട് കുറച്ച് പ്രോട്ടീൻസ്, കടല, അതുപോലെ തന്നെ മുട്ട, പ്രോട്ടീൻ നന്നായിട്ട് ആഡ് ചെയ്യുന്നത് ആക്ച്വലി നല്ലതാണ്. കാരണം പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ അന്നജം ശരീരത്തിലേക്ക് ആഗീരണം ചെയ്യുന്നത് വെട്ടിക്കുറക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് പ്രോട്ടീന് കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്താൻ പറയുന്നത്. ഇഡ്ഡലിയുടെ കൂടെ കടല ഉപയോഗിക്കുക, അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെ കൂടുതലായിട്ട് കടലവർഗ്ഗങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡെയിലി രാവിലെ ഒരു എഗ്ഗ് ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്താൻ വളരെയധികം നല്ലതാണ്. പ്രോട്ടീനും കിട്ടും, ഹെൽത്തി ഫാറ്റ്സ് കിട്ടും, കാർബോഹൈഡ്രേറ്റ്സ് വളരെ കുറവാണ്. അതേപോലെ തന്നെ മില്ലറ്റ്സുകൾ, ചെറിയ ധാന്യങ്ങൾ, രാഗി പോലെയുള്ള മില്ലറ്റ്സുകൾ ഒന്ന് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പലപ്പോഴും പല ആളുകൾക്ക് ഈ രാഗിയൊക്കെ ഉപയോഗിക്കുമ്പോൾ പറയാറുണ്ട്, ഡോക്ടർ എങ്ങനെയാണ് അതൊക്കെ കഴിച്ചു പോകാൻ വിചാരം എന്താണെന്നറിയോ, ഈ രാഗി വെറും കുറുക്ക് മാത്രമാക്കിയിട്ടേ പറ്റുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. പല രൂപത്തിൽ നമുക്ക് കഴിക്കാം. ഉപ്പുമാവാക്കിയിട്ട്,
അല്ലെങ്കിൽ നമുക്ക് ദോശേൻ്റെ ബാറ്റർ ആക്കിയിട്ട് അങ്ങനെ കഴിക്കാം. ദോശയൊക്കെ രാഗി കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ക്രിസ്പി ആയിട്ട് കിട്ടും, വളരെ ടേസ്റ്റാണ്. അത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുമാണ്, ഷുഗർ കൺട്രോൾ ചെയ്യാനും പറ്റും, അല്ലാതെ അന്നജം കിട്ടുന്നില്ല ശരീരത്തിലേക്ക്, കലോറീസ് വളരെ കുറവാണ്. അപ്പോൾ ഈ മില്ലറ്റ്സ് അടങ്ങിയിട്ടുള്ള ദോശ അല്ലെങ്കിൽ ഉപ്പുമാവൊക്കെ ഡെയിലി ഒന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അല്ലെങ്കിൽ ഓട്സ് കഴിക്കാം, പക്ഷേ അതിൽ ഒന്നും കൂടെ നട്ട്സുകളൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ അത് ബെനിഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ഡോക്ടർ ഈ ഫ്രൂട്ട്സിനെ നേരത്തെ പറഞ്ഞപ്പോൾ ഫ്രൂട്ട്സിനെ പറ്റി പറഞ്ഞപ്പോഴാണ് പലരും ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് കാണാറുണ്ട്, ഇത് പഞ്ചസാരയാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഡെയിലി ഒരു ഫ്രൂട്ട് കഴിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ല. എസ്പെഷ്യലി അതിൽ വരുന്നതാണ് ഇപ്പം ഓറഞ്ച്, ആപ്പിള്, പേരയ്ക്ക വളരെ നല്ലതാണ്, സബർജില്ലി, ഇതൊക്കെ ഷുഗർ പേഷ്യൻസ് അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസിന് കഴിക്കാവുന്ന ഫ്രൂട്ട്സാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീസണൽ ഫ്രൂട്ട്സ് ആയിട്ടുള്ള ചക്ക, മാങ്ങ, പൈനാപ്പിള്, കൈതച്ചക്ക ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു പോർഷൻ മാത്രം കഴിക്കുക, ചെറിയൊരു പീസ്. നമുക്കിത് കാണുമ്പോൾ ആക്രാന്തം കൊണ്ട് ഒരുപാട് കഴിക്കുന്ന ആൾക്കാരാണ്. ചക്കയും മാങ്ങയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നാടൻ സാധനങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് കഴിക്കും. അതിന് പകരം 1-2 പീസ് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. അതുപോലെ ജ്യൂസുകൾ ഡോക്ടറെ പലപ്പോഴും ജ്യൂസുകളായിട്ട് പല ആളുകളും കഴിക്കാറുണ്ട്. അപ്പോൾ ജ്യൂസുകൾ നമുക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ്, പെട്ടെന്ന് കലോറീസ് ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നൊരു സാധനമാണ് ജ്യൂസ്. അപ്പോൾ ഫ്രൂട്ട്സുകളൊക്കെ ജ്യൂസുകളായിട്ട് കഴിക്കുന്നതിന് പകരം ആസ് സച്ച് നമ്മൾ നാച്ചുറൽ ഫോമിൽ തന്നെ ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ കുറയും ജ്യൂസ് ആകുമ്പോൾ. മറ്റേ റോ ഫ്രൂട്ട്സ് ആകുമ്പോൾ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. നമുക്ക് ഈ ഷുഗറിനോടുള്ള ഒരു ക്രേവിങ് ഉണ്ടാവുമല്ലോ ഇവർക്ക്, അപ്പോൾ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും ഇങ്ങനെ മധുരം കഴിക്കുന്നത് വഴി. അതുപോലെയാണ് ഡോക്ടർ പലർക്കും ഈ സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കാം, മധുരക്കിഴങ്ങ് ഷുഗർ പേഷ്യൻസിന് കഴിക്കാം. ഒരു ടൈമിലുള്ള മീലായിട്ട് ഇവർക്ക് സ്വീറ്റ് പൊട്ടറ്റോ കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. അതുപോലെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് സ്റ്റീവിയ ലീവ്സിനെ പറ്റിയിട്ട്. അതൊരു പ്ലാന്റ് ആണ്, അതിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ പൗഡേഴ്സൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇത് 0 കാലോറിയാണ്, നമുക്ക് എക്സാക്റ്റ് ആ ഒരു മധുരം നമുക്ക് കിട്ടുകയും ചെയ്യും. അത് ഉപയോഗിക്കാം. ഈ ഷുഗർ ക്രേവിങ് വല്ലാതുള്ള പേഷ്യൻസിനൊക്കെ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ടൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. ഓക്കെ. അതേപോലെ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് പല ആളുകളും. പക്ഷെ ആക്ച്വലി വലിയ ഡിഫറൻസ് ഒന്നുമില്ല, വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും അതേ ഡിഫറൻസ്. അത് ഫൈനലി ഒരു ഗ്ലൂക്കോസ് കിട്ടും, എന്തായാലും കിട്ടും ഗ്ലൂക്കോസ്. ബ്രൗൺ ഷുഗർ ആയാലും വൈറ്റ് ഷുഗർ ആയാലും അതിൽ നിന്നെല്ലാം ഗ്ലൂക്കോസ് ശരീരത്തിൽ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ട് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല, നമ്മളത് പ്രൊമോട്ട് ചെയ്യാറില്ല. ഷുഗർ കട്ട് ചെയ്യുക, ബാക്കിയുള്ളത് പ്രോട്ടീൻസ് കൂടുതലായിട്ട് ആഡ് ചെയ്യുക. നമ്മൾ നല്ല കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ഈ ഷുഗറിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ന് വളരെ കോമൺ ആയിട്ട് ഷുഗർ രോഗികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണമാണ് ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തി എപ്പോഴും നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ചപ്പാത്തിപ്പൊടി നമ്മൾ വീറ്റ് ഫ്ലോർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പൊടികളായിട്ട് ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതിന് പകരം ആസ് സച്ച് ഹോൾ വീറ്റ് നമുക്ക് ഗോതമ്പൊക്കെ നുറുക്ക് ഗോതമ്പായിട്ട് അല്ലെങ്കിൽ കുത്തിയ ഗോതമ്പൊക്കെ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കലോറീസ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഓട്സിലുണ്ട്. റോൾഡ് ഓട്സിന് പകരമായിട്ട് കുറച്ചുകൂടെ നല്ല സ്റ്റീൽ കട്ട് ഓട്സ് ആണ് ഏറ്റവും ബെസ്റ്റ്. അതാണ് കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത്. മൈദ അതുപോലെ തന്നെ, മൈദയൊക്കെ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ അതിൽ ഫൈബർ കണ്ടൻ്റ് ഒക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ശരീരത്തിലേക്ക് കാർബിൻ്റെ അളവ് കൂടും. അപ്പോൾ മൈദ അല്ലെങ്കിൽ ചപ്പാത്തി പൊടിയൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഹോളായിട്ടുള്ള വീറ്റ് പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് പറഞ്ഞ ജ്യൂസുകൾക്ക് പകരം ഫ്രൂട്ട്സുകളായിട്ട് ഉപയോഗിക്കുക. അതുപോലെ കോൺഫ്ലെക്സ്, ഇന്ന് പ്രമേഹ രോഗികൾ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളൊക്കെ കോൺഫ്ലെക്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ കോൺഫ്ലെക്സും ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് ആസ് സച്ച് നമുക്ക് അതുപോലെ ഒരു നേരം കഴിക്കുകയാണെങ്കിൽ അത്രത്തോളം ഗ്ലൈസമിക് ഇൻഡെക്സ് വരില്ല, ഗ്ലൂക്കോസ് ലെവൽ അത്രത്തോളം കൂടില്ല. അങ്ങനെയാണ് കഴിക്കേണ്ടത് കൂടുതലായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ നമുക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വളരെ നല്ലതാവുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റംദാനൊക്കെ എടുക്കുന്ന സമയത്ത് പോലെയുള്ള ലോങ് ഫാസ്റ്റിംഗ് അല്ല, വീക്കിലി ഒരു ട്വൈസൊക്കെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് നമ്മുടെ ബ്ലഡിലുള്ള ഷുഗർ കൺട്രോൾ ചെയ്ത് നോർമൽ ആവാൻ സഹായിക്കുന്ന ഒന്നാണ്. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, പേഷ്യൻസ് കറൻ്റ്ലി മെഡിസിൻസ് എടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ ഫോളോ അപ്പ് എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. കാരണം ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ പെട്ടെന്നത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ 12 മണിക്കൂറാണ് ഫാസ്റ്റിംഗ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ പറയാറുള്ളത്. രാത്രി ഒരു 7 മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിക്കുക, രാവിലെ ഒരു 7:30-8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുക. അപ്പോൾ ഒരു 12 മണിക്കൂർ ഫാസ്റ്റിംഗ് കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫാറ്റൊക്കെ ഒന്ന് ബേൺ ചെയ്യാനും ഷുഗർ ലെവൽ ഡൗൺ ആക്കാനൊക്കെ കഴിയും. പക്ഷേ നമുക്ക് ഷുഗർ ലെവൽ ഫ്ലക്ച്വേഷൻ ഉള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ടൈപ്പ് 1 പ്രമേഹ രോഗികളിലൊക്കെ ചിലപ്പോൾ ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഫ്ലക്ച്വേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് മോണിറ്റർ ചെയ്തിട്ട് ഡോക്ടറുടെ ഒരു അഡ്വൈസും
കൂടെ തേടിയിട്ട് വേണം ഇത്തരത്തിലുള്ള ഫാസ്റ്റിംഗ് മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കാൻ. അതുപോലെ ഇപ്പോൾ കുട്ടികളിലും പ്രമേഹം വല്ലാതെ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് പാരൻസ് ഡയബറ്റിക് ആണെങ്കിൽ അവർ ചോദിക്കുന്ന വലിയൊരു കൺസേൺ ആണ്, ഡോക്ടറെ എൻ്റെ കുട്ടികൾക്ക് ഇത് വരാനുള്ള ചാൻസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കുട്ടികൾക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ജനറ്റിക് ഫാക്ടർ ഉണ്ട്. ജനറ്റിക്കലി നമുക്ക് പാരൻസിന് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരും. പക്ഷെ ആ വരുന്നത് ഒന്ന് പോസ്റ്റ്പോണ്ട് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാൻ പറ്റും. അല്ലെങ്കിൽ വരാതിരിക്കാൻ ഒരിക്കലും പറയാൻ പറ്റില്ല, വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ആ വരുന്നത്, കുട്ടികൾക്ക് വരുന്നതൊന്ന് തടയാൻ അല്ലെങ്കിൽ ഒന്ന് പോസ്റ്റ്പോണ്ട് ചെയ്ത് കുറച്ച് ലേറ്റായിട്ട് വരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് അത്തരം കുട്ടികളുടെ ഡയറ്റും അവരുടെ ലൈഫ് സ്റ്റൈലും ഒന്ന് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരണം. പ്രത്യേകിച്ച് കളിക്കാൻ വിടുക. അതെ, മധുരം കട്ട് ചെയ്യാൻ പരമാവധി അത്തരം കുട്ടികളിൽ ശ്രദ്ധിച്ചിട്ട് ഭക്ഷണത്തിലൂടെയും എക്സസൈസിലൂടെയും പരമാവധി കളിക്കാനൊക്കെ വിടുക. ഒരു സെഡൻഡറി, നമ്മളൊരു വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾക്ക് വെയിറ്റ് കൂടാനും അതുവഴി പെട്ടെന്ന് ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ കുട്ടികളുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഷുഗർ പെട്ടെന്ന് വരുന്നത് തടയാൻ പറ്റും. വരാതിരിക്കില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, പക്ഷെ പെട്ടെന്ന് വരുന്നത് തടയാൻ ഇത്തരം കുട്ടികളിൽ നമുക്ക് അതുപോലെ തന്നെ 30 ഒക്കെ കഴിഞ്ഞാൽ 30 ഏജ് ഒക്കെ കഴിഞ്ഞാൽ തന്നെ ഒന്ന് HbA1c ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക റെഗുലറായിട്ട്. ഒരു 6 month ഒക്കെ കൂടുന്ന സമയത്ത് 1 year ഒക്കെ കൂടുന്ന നല്ലതാണ്. കാരണം ഒരു റെഗുലർ ചെക്കപ്പ് ആണ് ഇത്തരം രോഗികളിൽ വളരെ അത്യാവശ്യമായിട്ടുള്ളത്. പലരും എന്താണെന്നറിയോ, ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ ഡയബറ്റിക് ആവുമോ എന്ന് വിചാരിച്ചിട്ട് പലരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യില്ല. അങ്ങനെയല്ല വേണ്ടത്. എത്രയും നേരത്തെ ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് കുറേയൊക്കെ ഭക്ഷണത്തിൽ റെഗുലേറ്റ് ചെയ്യാം. അതും റെഗുലേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരിക്കും. അതും കൺട്രോളായി പോയിട്ട് മെഡിസിൻസും സപ്പോർട്ടീവായിട്ട് പോകുന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കൊരു 10 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഡോസുകൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷേ ചിലരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പേടിച്ചിട്ട് ഒന്നും കൺട്രോൾ ചെയ്യാതെ പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇവർക്ക് ഒരു ലോഡ് മെഡിസിൻസ് ഉണ്ടായിരിക്കും. പിന്നീടാണ് അപ്പോഴാണ് അവർ വിചാരിക്കുക അത് കിഡ്നിയിലോട്ട് ബാധിക്കുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് ആസ് സൂൺ ആസ് ഏർലി ആസ് പോസിബിൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ഷുഗർ രോഗികളിൽ വളരെയധികം പേടിക്കേണ്ട ഒരു കാര്യമാണ് സൈലൻ്റ് അറ്റാക്ക്. പല ആളുകളിൽ നമ്മൾ കണ്ടുവരുന്നത് യുവാക്കളിലൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരു രാത്രി കൊണ്ടൊക്കെ മരണപ്പെട്ടു എന്നുള്ള ന്യൂസുകൾ വളരെയധികം കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു വില്ലനായിട്ട് വരുന്നത് ഈ ഒരു പ്രമേഹ രോഗം തന്നെയാണ്. സൈലൻ്റ് അറ്റാക്കാണ് ഇവർക്ക് ഉണ്ടാവുക. കാരണം എല്ലാ ഞരമ്പുകളും നശിച്ചിട്ടുണ്ടാവും ഈ പ്രമേഹ രോഗികളിൽ. അപ്പോൾ അവർക്ക് നെഞ്ഞ് വേദന ആയിട്ടൊന്നും പ്രത്യേകിച്ച് വരില്ല. അവർക്കൊരു കിതപ്പ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് വിയർക്കുക, ക്ഷീണം അനുഭവപ്പെടുക, അല്ലെങ്കിൽ പണ്ട് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക. ആ ഒരു സ്റ്റേജിലൂടെയാണ് അവർ പോവുക അറ്റാക്ക് വരുമ്പോൾ. അല്ലാതെ നമ്മൾ നോർമലി നമുക്കൊരു അറ്റാക്ക് വരുന്ന ആളുകൾക്ക് നമുക്കറിയാം അതികഠിനമായിട്ടുള്ള വേദന ഉണ്ടാവും, ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, അത് കയ്യിലേക്കൊക്കെ ആ വേദന വരും, പെട്ടെന്ന് തളർന്നു പോകും. അത്തരത്തിലുള്ള ഒരു ലക്ഷണങ്ങൾ ഈ സൈലൻ്റ് അറ്റാക്കുള്ള ആളുകൾക്ക് കാണാറില്ല. പ്രത്യേകിച്ച് അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നത് നമ്മൾ നെഞ്ഞിലൊക്കെ ഒരു ഭാരം കയറ്റി വെച്ച പോലെ, അല്ലെങ്കിൽ പണ്ട് ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുക, ആ ഒരു ലക്ഷണങ്ങൾ മാത്രമേ ഇവർക്ക് കണ്ടുവരാറുള്ളൂ. അപ്പോൾ ഈ ഒരു സൈലൻ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് പ്രമേഹം മൂത്ത് ഞരമ്പുകൾ നശിക്കുമ്പോൾ അവർക്ക് വേദനയൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അത് പ്രത്യേകം ഈ ഇത്തരം രോഗികളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സൈലൻ്റ് അറ്റാക്കൊക്കെ വരുന്ന ആളുകളിൽ നമുക്ക് പ്രമേഹം പ്രത്യേകിച്ച് വില്ലനായിട്ട് വരുന്നത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. എപ്പോഴും ഈ പ്രമേഹവും ഹൃദയവും, നമ്മളെ ഹാർട്ടും പ്രമേഹം എന്ന് പറയുന്നത് നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിട്ട് പോവും, ക്ലോസ് ആയിട്ട് പോവും. പക്ഷേ എപ്പോഴാണോ അവർക്ക് ചെറിയൊരു പ്രശ്നം വരുന്നത്, അപ്പോൾ പരമാവധി അവർ ശരീരത്തെ ഡേഞ്ചറിലേക്കാണ് കൊണ്ടുപോവുക. അപ്പോൾ ആ രീതിക്കാണ് അത് പോകുന്നത്. അതേപോലെ തന്നെ ഡോക്ടറെ, നമ്മൾ പലപ്പോഴും പല പ്രൊഫഷണൽസും IT പ്രൊഫഷണൽസൊക്കെ ചോദിക്കാറുണ്ട്, ഈ സോഷ്യൽ ഡ്രിങ്കിങ് പ്രത്യേകിച്ച് ആൽക്കഹോളിൻ്റെയൊക്കെ ഉപയോഗം നമുക്ക് പ്രമേഹം വരുത്തുമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ആൽക്കഹോൾ നമുക്ക് വല്ലപ്പോഴും കഴിക്കുകയാണെങ്കിൽ ഒരു ചെറിയ 2-3 സിപ്പ് അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നം വരാറില്ല, പ്രമേഹ രോഗത്തിനെ ബാധിക്കാറില്ല. പക്ഷേ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർത്തുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ അത് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ മരുന്നുകൾ കഴിക്കേണ്ട രോഗികൾ കൃത്യമായിട്ട് ഡോക്ടറുടെ ഉപദേശപ്രകാരം തന്നെ മരുന്നുകൾ കഴിക്കുക. നമ്മൾ ഇത്തരം കേസുകൾ നമ്മൾ ഹോമിയോപ്പതിയിലുള്ള അതെ മെഡിസിൻസ് ഉണ്ടോ, കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്കത് ഹോമിയോയിൽ മെഡിസിൻസ് അവൈലബിൾ ആണ്. ഡയബറ്റിക്സിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഹോമിയോയിലുണ്ട്. ഒരുപാട്, പ്രത്യേകിച്ച് ഇൻസുലിനം എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ മരുന്നുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു സ്യൂട്ടബിൾ ഇൻ്റർവെൽസിൽ നമ്മളൊരു റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ ലെവൽ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോവാതെ അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് മരുന്നുകളുണ്ട്. സിസിജിയം, ജിംനിമ എന്ന് പറയുന്ന ഒരുപാട് മരുന്നുകളുണ്ട്, സെഫലാൻഡ്ര.
ഇതൊക്കെ ഒരു പൊട്ടൻസി അല്ലെങ്കിൽ ഒരു ഡോസേജിലൊക്കെയാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഒരിക്കലും ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം ഇല്ലാതെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകളൊന്നും ഒരിക്കലും വാങ്ങി കഴിക്കരുത്. അതൊക്കെ ഒരു പ്രത്യേക ഡോസേജിലും പ്രത്യേക ഇൻ്റർവെൽസിലുമാണ് ഡോക്ടേഴ്സ് നമ്മൾ നിർദ്ദേശിച്ച് കൊടുക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷുഗർ രോഗത്തെ, പ്രത്യേകിച്ച് പ്രമേഹ രോഗത്തെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതിനെ തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ എൻക്വയറീസ്, കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഞങ്ങൾക്ക് എനർജി തരുന്നതും ഇനിയൊരു ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്ത് വീഡിയോകളൊക്കെ ചെയ്യാൻ സഹായിക്കുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗം കൂടുതലായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമേഹത്തിൻ്റെ നമ്മളിതിൽ ടെസ്റ്റ് റിസൾട്ടിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ HbA1c ലെവൽ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ താഴെ ഒന്ന് രേഖപ്പെടുത്തുക. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. സ്നേഹത്തോടെ ഡോക്ടർ ഷഹല CH, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്.